ഹായ് സുഹൃത്തുക്കളെ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഉണ്ടാക്കിയിരുന്നേ. പനീർ ചാമനെ പറ്റിയുള്ള ഒരു വീഡിയോ. അതിൽ നവമിയ എന്നൊരു ചെറിയൊരു മോളായിരുന്നു പിന്നെ ഫ്രൂട്ട്സ് വർക്ക് ചെയ്യാൻ വന്നത്. എൻ്റെ സുഹൃത്തിൻ്റെ മകളാണ്. അവരെ ആ വീഡിയോ കണ്ടപ്പം ഇവർക്കൊരു ആഗ്രഹം, അതായത് ആ സുഹൃത്തിൻ്റെ പെങ്ങളെ മക്കളത്. ഇവർ ചെന്നൈയിൽ നിന്നാണ് വന്നത്. മോളെ പേരെന്താ? അലങ്കൃത. ചെന്നൈയിലല്ലേ താമസിക്കുന്നത്? മോളെ പേരോ? അലോക്ക. അതായത് ഇവളെ ഏച്ചിയാണ്, അലങ്കൃതേൻ്റെ ഏച്ചിയാണ് അലോക്ക. അപ്പോൾ ഇവർക്കൊരു അങ്ങനെ ഒരു ആഗ്രഹം, ഒരു ഫ്രൂട്ട്സൊക്കെ പറിക്കാനുള്ളത്. അപ്പോഴത്തേക്ക് പനീർ ചാമ്പയൊക്കെ ഞാൻ പറിച്ച് തീർന്നു. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മുള്ളൻചക്കയാണ്. അപ്പോൾ വരുന്ന കോണിലൂടെ കയറി പറിക്കാമെന്നൊക്കെ പറഞ്ഞ്, അപ്പോൾ വലിയൊരു ആഗ്രഹമല്ലേ ഇങ്ങനെ പറിക്കാനുള്ളത്. ഇതിന് മുന്നേ പറിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഫ്രൂട്ട്സൊക്കെ? ഇല്ല. ഇത് അതിൽ പറിക്കാൻ പോവാ? ഇങ്ങനോ അതിൽ പറിക്കാൻ പോവാ? ഓക്കെ. രണ്ടുപേരും ചെന്നൈയിലാണ് താമസിക്കുന്നത്. ഓക്കെ, എന്നാൽ തുടങ്ങിക്കോളൂ, കയറിക്കോളൂ, പറക്കേ. പേടിയുണ്ടോ? ഇത് വേണോ? മൈക്ക് വെക്കണോ? അതാ മുകളിലതാ, പറിച്ചോളൂ. എന്നിട്ട് ഇവളെ കയ്യിൽ കൊടുത്തോളൂ. ഇനി കയറിക്കോളൂ, ഒരു സ്റ്റെപ്പ് കൂടി കയറിക്കോളൂ മോളെ, ഒരു സ്റ്റെപ്പ് കൂടി കയറിക്കോ. അടിപൊളി, സൂപ്പർ. അയ്യോ, പിടിച്ചോളൂ. എങ്ങനെയുണ്ട്? ദാദാ ഒന്നുകൂടി കയറിക്കോ മോള്, കയറി പറിച്ചോളൂ. പറിച്ചോളൂ, പറിച്ചോ. മോള് പിടിക്കോ? വീട്ടിൽ നിന്ന് പിടിക്കോ? നല്ല വെയിറ്റ് ഇട്ടല്ലേ? ഒക്കെ നമുക്ക് അലങ്കൃതേൻ്റെ കയ്യിലേക്ക് കൊടുക്കാം. ഒന്നുകൂടി ഉണ്ട്, ഇനിയുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ആ കയറി പറിച്ചോ, അതിൻ്റെ മുകളിൽ കയറി പറിച്ചോ. ആദ്യമായിട്ടാണ് പറിക്കുന്നതെന്ന് പറഞ്ഞു. ഇനി കയറട്ടെ, ഇനി കയറിക്കോളൂ, ഇനിയും കയറും. എൻ്റെ പിന്നിൽ അതാ നിൻ്റെ തലത്തിൻ്റെ മുകളിൽ, അവിടെ തന്നെ. അടിപൊളി. ഒരു സ്റ്റെപ്പ് കൂടെ അതിൻ്റെ ഗ്യാപ്പിലേക്ക് കാല് വെച്ചോളൂ. ഒരു സ്റ്റെപ്പ് കൂടെ കയറിക്കോളൂ മോള്. ഇങ്ങോട്ടോളൂ. ഇത് രാവിലെ ഞാൻ പറിച്ചിരുന്നു, പഴുത്തത്. ഇനിയുണ്ടോ മോളെ? എവിടെ കാണുന്നുണ്ടോ? എവിടെയാ? ചെറുതല്ലേ? അതാ ഇതോ കിടക്കുന്നു. എത്തുവോ? അടിപൊളി. ഇനിയുണ്ടോ? ഇനിയുണ്ട്, ഇനി വലുതുണ്ട്. ഇനി കയറാൻ പറ്റുമോ അതിൻ്റെ മുകളിലേക്ക്? കയറാൻ പറ്റുമോ? അതാ വേണമെങ്കിൽ ഞാൻ ഈ കൊക്ക കൊണ്ട് പറിക്കാം. പിടിച്ചോ. ഇട്ടോളൂ. ഇത് അലങ്കൃതൻ്റെ കൈ കൊടുക്കുക. ഓക്കെ, എത്രയായി? മതിയായോ? അടിപൊളി. ഇനിയിപ്പോൾ പഴുത്തത് ഞാൻ അവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്, അതൊന്ന് കഴിച്ച് നോക്കാം. ഓക്കെ, ഇറങ്ങിക്കോളൂ. അപ്പോൾ ആദ്യമായിട്ടാണെന്ന് ഇങ്ങനെ പറിക്കുന്നത് പറഞ്ഞത്. എന്താ മോളെ? ഇറങ്ങിക്കോളൂ. ഇനി നമുക്ക് ഇതിൻ്റെ പഴുത്ത രാവിലെ ഞാൻ ഇതിൻ്റെ താഴെ നിന്നൊന്ന് പറിച്ചിരുന്നു. അത് നല്ല പഴുത്തതാണ്. അപ്പം നമുക്കൊന്ന് ഇവർക്ക് കൊടുക്കാം. പഴുത്ത മുള്ളൻചക്കൻ്റെ രസം. ഇതൊക്കെ പഴുക്കാനായിട്ടുണ്ട്. ഇതൊക്കെ ഞെങ്ങുന്നുണ്ട്. ഇത് നാളെ വൈകിട്ടാകുമ്പോഴത്തെ അത് പഴുക്കും. ഓക്കെ, വരൂ, നമുക്ക് നല്ല ഡൈനിങ് ടേബിളിൽ പോവാം. റംബുട്ടാനൊക്കെ ആയിട്ടുണ്ടേ. ഈ റംബുട്ടാനൊക്കെ ആകുമ്പോൾ നിങ്ങൾ പറിക്കാൻ വരിക. അപ്പോഴത്തേക്ക് നിങ്ങൾ ചെന്നൈയിലെത്തൂലേ? ഓക്കെ, റംബുട്ടാൻ അടുത്ത ദിവസം തന്നെ. അപ്പോൾ മട്ടാവ ഉണ്ട്, മട്ടാവൊക്കെ ആയിട്ടുണ്ട്. ഓക്കെ, വരൂ.
പടച്ചോളാം. ഇത് ഞാൻ ഇന്ന് രാവിലെ പറിച്ചതാണ്, നല്ല പഴുത്തത്. അതായത് മരത്തിൻ്റെ മുകളിൽ തന്നെ പഴുത്തിട്ട് പറിച്ചതാണ്. ഞാൻ കഴിച്ചു നോക്കി, ഞാനും ഷൈബ, അതായത് ഭാര്യയും അമ്മയും എല്ലാവരും കഴിച്ചു നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ട്. മക്കളൊന്ന് കഴിച്ചു നോക്കും, ടേസ്റ്റ് ഉണ്ടോ? കൊടുക്കുക, അവർക്ക് കൊടുക്കുക. എങ്ങനെയുണ്ട്? സൂപ്പർ. അടിപൊളി. നിന്റെ മോനെ കഴിച്ചിട്ടുണ്ടോ? ഇല്ല, അതിനെ കഴിക്കുന്നത്. നീ അതിന് കഴിക്കുന്നത്? ആ. അത് ശരി. എന്നാൽ രണ്ടുപേരും ഇരുന്ന് സ്വസ്ഥമായിട്ട് കഴിക്കും. ഓക്കെ, സൂപ്പർ ടേസ്റ്റ് ആട്ടോ. ഇത് നല്ല ടേസ്റ്റാണ്. കൂടാതെ നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. ഇത് ഒരുപാട് പോഷക ഗുണങ്ങളുള്ള, മിനറൽസൊക്കെ ഉള്ള ഒരു ഫ്രൂട്ടാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഫ്രൂട്ടൊക്കെ പറിച്ചിരുന്നു. ഇത് തീർന്നു. ഇതെല്ലാവരും കൊടുത്തു, കുറേ ആൾക്കാർ കൊടുത്തു ഞാൻ. ഇത് ഈ ഒരു ഫ്രൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ പനീർ ചാമ്പ കേട്ടോ. ഇത് കഴിച്ചു നോക്കൂ, ഇതിൻ്റെ ടേസ്റ്റ് നോക്കൂ, ഇതിൻ്റെ ടേസ്റ്റ് നോക്കൂ. എങ്ങനെ? സൂപ്പറാ, അടിപൊളി. ഈ പനീർ ചാമ്പ കഴിക്കാറില്ലേ? എവിടെ നിന്ന് നല്ല കഴിച്ചിനെ? ഇന്നലെ വീട്ടിൽ മാമൻ കൊണ്ടുവന്നാ? ഞാൻ പറിച്ചു കൊടുത്തിരുന്നു. ഇയാളോ? ഞാനും. നീ ആദ്യം കഴിക്കുന്നത്? ഇതാദ്യം കഴിക്കുന്നത് പനീർ ചാമ്പയോ? ഇത് കഴിച്ചിട്ടുണ്ടല്ലേ? സൂപ്പർ. അപ്പോൾ ഇവരിങ്ങനെ ഫ്രൂട്ടൊക്കെ ഇങ്ങനെ പറിച്ച് കഴിച്ചപ്പോൾ ഓൾക്ക് ഒരു എന്തെന്നില്ലാത്തൊരു സന്തോഷം. എങ്ങനെയുണ്ട്? പിന്നെ മരത്തിനോട് കയറി പറിച്ചപ്പോൾ നല്ല ഹാപ്പിയാ. നല്ല ഹാപ്പി അല്ലേ? അപ്പോൾ ഇയാൾ ഇങ്ങനെ ഇംഗ്ലീഷ് നന്നായി സംസാരിക്കും കേട്ടോ. ചെന്നൈയിലാണ് ജനിച്ച് വളർന്നത്. Where were you born and brought up? ഗുജറാത്തിലാണ് ജനിച്ചത്. വളർന്നതൊക്കെ കൊച്ചി, ബാംഗ്ലൂര്, ഇവിടെ ചെന്നൈ. ഇപ്പം ഇന്ത്യയിൽ പല ഭാഗത്തുകൂടി ഇങ്ങനെ ജനിച്ചതിന് ശേഷം ഇന്ത്യയിലെ പല ഭാഗത്തുകൂടി ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ? ഇപ്പം എത്ര പഠിക്കുന്നത്? ഇപ്പം 7. ഇനി ഒരുപാട് പോകണ്ട. അച്ഛനെന്താ ജോലി? അച്ഛനെന്താ ജോലി? CSF അല്ലേ? അതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ പല സ്ഥലത്തേക്ക് പോകുന്നത് അല്ലേ? സന്തോഷമാണ്. എനിക്കിതിങ്ങനെ ചെയ്തപ്പോൾ എനിക്കും വളരെ സന്തോഷമായി. അപ്പം നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ് ബായ് ബായ്. ഇവിടെ എല്ലാം അവരോട് ബായ് പറയൂ, ബായ് പറയൂ, ബായ് പറയൂ. നിങ്ങളെ കാണുന്നതിനോട് ബായ് പറയൂ. ബായ്.